ഗായ്സ്, നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ട്രിപ്പ് പോകുന്നവരാണല്ലേ. പല പ്ലാനിങ് ഉപയോഗിച്ച് പോകും, മാപ്പൊക്കെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ പോകും. ഹിൽ സ്റ്റേഷനൊക്കെ എത്തിക്കഴിയുമ്പോഴാവും നമ്മൾ ആലോചിക്കുക എന്ത് ആടിന്റെ കയറ്. ഹിൽ സ്റ്റേഷനൊക്കെ എത്തിക്കഴിയുമ്പോഴാവും നമ്മൾ ആലോചിക്കുക റേഞ്ച് ഇല്ലല്ലോ, മാപ്പും പോയി, ഇനി എന്ത് ചെയ്യും ആകെപ്പെട്ട്. ഒരുപാട് തവണ ഞങ്ങൾക്ക് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. വീഡിയോ ഈ മാപ്പ് ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ വലതുവശത്ത് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ കാണാം, ഓഫ്ലൈൻ മാപ്പ് എന്ന് കണ്ടോ. ഓഫ്ലൈൻ മാപ്പ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു 315 MB ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ ചോദിക്കുന്നതായിരിക്കും, അതുകൊണ്ട് ഒന്ന് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് യുവർ ഓൺ മാപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇടുക്കി ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ ഇപ്പോൾ ഈ ഒരു നീല റെക്റ്റാങ്കിൾ കണ്ടോ, ഇത്രയും ഭാഗം ഇതിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടോ, ഡൗൺലോഡ് ആകും. അതുകൊണ്ട് തന്നെ നല്ല MB ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടുക്കിയുടെ ഭാഗമാണെങ്കിൽ കണ്ടോ, വാഗമണ്ണ്, കുമളി, ഇടുക്കിയുടെ ഈ ഭാഗമാണെങ്കിൽ ഈ പെരിയാർ നാഷണൽ പാർക്കൊക്കെ വരുന്ന ഈ ഭാഗം, കട്ടപ്പന, തൊടുപുഴ, ഈ മൂന്നാർ ഭാഗമൊക്കെ കണ്ടോ. ഇത്ര ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഒരു 300 MB വരുള്ളൂ. ഇത് നമുക്ക് മൊത്തം കാലം നമുക്ക് ഉപയോഗിക്കാം. ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത് താഴത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകുന്നതാണ്. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഭാഗം ഒന്ന് അപ്ഡേറ്റ് ചെയ്യട്ടെ. നെറ്റ് ഓൺ ആക്കണം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ആകുന്നതാണ്. ഈ മാപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഇത്രയും ഭാഗം എനിക്ക് നെറ്റില്ലാതെ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടോ. ഇനി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക, ഓഫ്ലൈൻ മാപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ മാപ്പ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഭാഗത്തിൽ മാപ്പ് മാത്രമേ വർക്കാവുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നെറ്റ് അതുപോലെ നമുക്ക് മൊബൈലിലെ ചാർജ് കപ്പാസിറ്റി ഒക്കെ നിലനിൽക്കാൻ വളരെ ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത്. ഓക്കെ, ഇവിടെ ഡയറക്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. കോഴിക്കോട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തിരൂരിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ. 48 കിലോമീറ്റർ 1 hour 27 minute എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ മാപ്പ് സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, നമുക്ക് നെറ്റിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. നെറ്റില്ലെങ്കിലും ഇതേപോലെ ഉപയോഗിക്കാം. അപ്പോൾ മച്ചന്മാരെ, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് ട്രിക്കിപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും നമ്മൾ ഈ ചാനലിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.